അടുത്തായിട്ട് നമുക്ക് എങ്ങനെ ടീം ആഡ് ചെയ്യാൻ നോക്കാം. ഡാഷ്ബോർഡ് വന്നിട്ട് ടീമിന്റെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടീം സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൺട്രോൾ കെ അടിച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം കേട്ടോ. ടീമിന്റെ പേജിലേക്ക് പോകാം. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് യെല്ലോ ടീം, യെല്ലോ ഹൗസ്, ഗ്രീൻ ഹൗസ്, ബ്ലൂ ഹൗസ്, റെഡ് ഹൗസ് ഇതുപോലെ 4 ടീമുകൾ കാണാൻ കഴിയും. നമുക്ക് ടീം ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം, അതുപോലെ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ടീം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ടീമിന്റെ നെയിം ഗ്രീൻ ഹൗസ്, നമുക്ക് എന്തെങ്കിലും ഗ്രീൻ ഹൗസ് എന്നുള്ള മാറ്റി ഗ്രീൻ ടീം എന്നാക്കണം. നമുക്ക് ഗ്രീൻ ടീം എന്ന് കൊടുക്കാം. ഒരു ഡിസ്പ്ലേ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീമിനെ നമ്മുടെ വെബ്സൈറ്റിൽ ഓരോ ഭാഗങ്ങളിലും എങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ ടീമിന്റെ പേര് ഗ്രീൻ ടീം എന്നാണ്, പക്ഷെ വെബ്സൈറ്റിലൊക്കെ അതിന് ഗ്രീൻ എന്ന് മാത്രം കണ്ടാൽ മതി. അപ്പൊ അങ്ങനെ ഗ്രീൻ എന്ന് ഇവിടെ കൊടുത്താൽ എല്ലാ ഭാഗങ്ങളിലും ഗ്രീൻ എന്ന് മാത്രമേ കാണുള്ളൂ. ഇപ്പൊ നമ്മൾ ഡിസ്പ്ലേ നെയിമും ടീം നെയിമും ഒക്കെ ഒരേ പോലെയാണെന്നുണ്ടെങ്കിൽ സെയിം ആയിട്ട് ടീം നെയിം തന്നെ ആ രീതി തന്നെ ഗ്രീൻ ടീം എന്ന് കൊടുക്കാം, നോ പ്രോബ്ലം. പിന്നെ കളർ കോഡ് താഴെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോഡാണ്, ഇപ്പോൾ ഗ്രീൻ്റെ തന്നെ ഒരു ഡിഫറെന്റ് വേരിയന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡിഫറെന്റ് വേരിയന്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലോഗോ ചൂസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ആദ്യം നോ ഫയൽസ് അവൈലബിൾ കാണുമ്പോൾ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഗോ ഇവിടെ അപ്പയർ ആയിട്ട് വരുന്നതാണ്. ശേഷം പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഓൾ കാറ്റഗറീസ്, ഇത് നമ്മുടെ നോർമൽ ഫെസ്റ്റിവലിലൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുത്താൽ മതി, ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീം എല്ലാ കാറ്റഗറിയിലും പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ നോർമൽ കോളേജുകളിലും മദ്രസകളിലൊക്കെ ഫെസ്റ്റിവലിൽ ഒരു ടീം എല്ലാ കാറ്റഗറിയിലും പങ്കെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാധാരണ രീതി. അതിലിപ്പോൾ ചേഞ്ചുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺടിക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ടീം ആ ടീം എല്ലാ കാറ്റഗറിയിലും പങ്കെടുക്കുന്നില്ല, ആ ഒരു ടീം ജൂനിയർ ബോയ്സിൽ മാത്രമേ ഉള്ളൂ, വേറൊരു ടീം ജൂനിയർ ബോയ്സിലും ജൂനിയർ ഗേൾസിലും എല്ലാ കാറ്റഗറി, അങ്ങനെ കുറച്ച് കാറ്റഗറികളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അൺടിക്ക് ചെയ്തിട്ട് ഏതൊക്കെ കാറ്റഗറിയിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ടിക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഇനി താഴെ മോട്ടോ ആണ്. നമ്മുടെ ടീമിന്റെ എന്തെങ്കിലും മോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ലൈക്ക് ആ ടീമിന്റെ ഇപ്പൊ ഗ്രീൻ ടീമാണ്, നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ടീമിന്റെ ഒരു മോട്ടോ ആയിട്ട് എന്തെങ്കിലും ഗ്രീൻ ടീം തന്നെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അല്ലാണ്ട് നമുക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ചേഞ്ചസ് കൊടുക്കാം. സോ ഇവിടെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുതിയ ടീം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൊട്ടപ്പുറത്ത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടീം ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ സാമ്പിൾ എക്സൽ ഡൗൺലോഡ് ചെയ്യാം. സാമ്പിൾ എക്സലിൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ആ എക്സൽ ഫയൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് പ്രിവ്യൂ കൊടുക്കാം. ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടത് ചേഞ്ചസ് വരുത്താം, പുതിയ റോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, സേവ് കൊടുക്കാം. ഇമ്പോർട്ട് സക്സസ്ഫുൾ കാണാൻ കഴിയും. ഗോ ടു ടീംസ്, നമുക്ക് പുതിയ ടീം ആൽഫ, പുതിയ ടീം ആഡ് ആയത് കാണാൻ കഴിയും. ഇതുപോലെ ഇപ്പോൾ വലിയ ഫെസ്റ്റ് നടക്കുകയാണ്, പല ടീമുകളുണ്ട്, 10-20 ടീമുകളൊക്കെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റും.